എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാമെന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിന് മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. ഏത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമ്മൾ ചാരിറ്റിയൊക്കെ ചെയ്യണം, ആൾക്കാരെ പഠിക്കാൻ, കണ്ണിൽ പൊടിയണം, ചാരിറ്റിയൊക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമ്മൾ പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു. അപ്പോൾ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരുന്ന കുറേ അമ്മമാരും അങ്ങനെയുള്ള അവിടുത്തെ കുറേ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിൻ്റെ, അജുവിൻ്റെ പവർ ഗ്രൂപ്പുകാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ്റെ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽപ്പെട്ട നിങ്ങളല്ല, അത് അജു വർഗീസാണ്. നിങ്ങൾ അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ബിനാമി നിങ്ങളുടെ ബിനാമിയാണ്. റോണി ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്. ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ശ്വേത ചേച്ചി ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അപ്പൊ അതിനിടയിൽ പല ചർച്ചകൾക്കൊടുവിൽ അജുവിനോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ വളരെ ശക്തമായ ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവാം. ഗവർണർ വലിയ പണിയൊന്നുമില്ല. ഇതറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ല വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ഇറക്കിക്കൊണ്ടിരിക്കും. ദിലീപായിട്ട് നമ്മൾ അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ വെച്ച സാധനം ഒരിക്കലും അതിനിടയിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുവാണെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛൻ ഒരിക്കലും ആവാതിരുന്നതിന്റെ കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരും. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയോ ഒതുങ്ങിക്കൂടാനെന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എൻ്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. അടുത്തതായി എൻ്റെ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെ കുറിച്ച്, എല്ലാവർക്കും അറിയാം, അശ്വന്ത് എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നറിഞ്ഞ് ഞാൻ ഫോണെടുത്ത് കളിയെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം ആനന്ദാശ്രയെ വിളിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതൊരു മരക്കൊട്ട
പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസൺ സീഫിന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പം ഞാനൊരു കളിയൻ സിനിമയൊന്നും പ്രൊഡക്ഷനൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടില്ല, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അളിയൻ. ഞാനിപ്പോൾ അടുത്ത കാലത്ത് തിയേറ്റർ വ്യവസായത്തിലേക്ക് ഉള്ളിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു അതിന് ശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും ഇപ്പം സിനിമയുടെ എണ്ണം കുറഞ്ഞു, പക്ഷെ എല്ലാ വർഷവും 5ഉം 10ഉം സിനിമ എഴുതുന്ന ലിസൺ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മകനെ മടങ്ങി വരും, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരും, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ലിസൺ സ്റ്റീഫനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുണ്ട്, ചേച്ചിയുണ്ട്, നവ്യുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ചേട്ടന്ന് വരണം. ധ്യാൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വിനീതിനെ ധ്യാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ ആ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ഞാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും മുഖം നോക്കാതെ തൻ്റെ നിലപാടിൽ ഉറച്ച് വളരെ സരസമായി സംസാരിക്കുന്ന ഞാൻ എല്ലാവരും ആശംസകൾ നേരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയാനുണ്ട്, ഞങ്ങളുടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത, പിന്നെ ഞാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയാതെ ഇതൊന്നും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അറിഞ്ഞിരിക്കും അല്ലേ. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ചേച്ചി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ചേച്ചിയുടെ ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം ചേച്ചിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ചേച്ചിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായി മീൻസ് അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുണ്ട്. ചേച്ചി ഈ വീടിൻ്റെ നാടൻ എന്ന സിനിമയിൽ ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്ന ഒരാൾ തന്നെയാണ് ചേച്ചി. ചേച്ചി ഇവിടെ ഒന്നും വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 100-150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പം അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ, അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ നൽകുന്നു. നീതു പുതിയ സിനിമകൾ ഉണ്ടാകട്ടെ, നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഈശ്വരനും നന്മകൾ നേരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു സോ മച്ച്. ലവ് യു. ഇത് ഫാമിലിയായിട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് റെയിൽവേയിലായിരുന്നു താമസം. എൻ്റെ വീട്ടിൽ നേരെ മുകളിൽ. അപ്പം എപ്പോഴും ശ്രീനേട്ടൻ വരുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിന് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അറിയാം എൻ്റെ വീട്ടിൽ. കാരണം കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. അന്ന് ശ്രീനേട്ടൻ ഈ ഡയബറ്റീസ് ആയതുകൊണ്ട് അനിതയ്ക്ക് അറിയാമായിരുന്നു ശ്രീനേട്ടൻ ചോറൊന്നും കിട്ടി, പച്ചക്കറി മാത്രം. ഞാൻ ഡയബറ്റീസ് എനിക്ക് കിട്ടാറില്ല, പക്ഷേ ശ്രീനേട്ടൻ ആ പ്രിഫറൻസ് കൊടുത്തിട്ടായിരുന്നു എൻ്റെ. അവിടെയാണ് ഇവനെപ്പോലുള്ള 2 ചെറുങ്ങന്മാർ, അത് വിനീതും ധ്യാനം കൂടെ വന്ന് അവിടെ മുകളിൽ ടി വി ഇല്ല. അപ്പോൾ താഴത്തെ വീട്ടിൽ വന്നിട്ട് ടി വി കണ്ടിരുന്ന ആ കൊച്ചു ചെറുക്കൻ ഇത്രയും പ്രശ്നക്കാരനാവുമോ എന്നുള്ളത് ഞാൻ ഒരിക്കലും ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഇത് പ്രശ്നമല്ല. ഇന്നിപ്പോൾ നവ്യ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന സമയത്ത് വി ജസ്റ്റ് ടൈപ്പ് വിനീത് ശ്രീനിവാസൻ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ പിന്നെ ഓക്കെ, അതൊരു വളരെ രസം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നു എന്നുള്ള അറിയില്ല. ഇപ്പം വിനീത് പറയുന്ന പോലെ അല്ല ധ്യാനില്ല. ഞാൻ നാളെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അങ്ങളെ ലാലേട്ടന് കിട്ടുന്ന റെമോണ്ടറേഷനൊക്കെ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹം കാരണം ഒരു പടം ചെയ്യും, ഞാൻ 15 പടം ചെയ്യും. അത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കും, എനിക്കെൻ്റെ കാശും കിട്ടും. അപ്പൊ പറഞ്ഞിട്ടുണ്ട് അത് സന്ദീപിനെയും ലിസ്റ്റിനെ പോലുള്ള ആൾക്കാർക്ക് കൂടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചവരെ വിളിച്ച് പടം കൊടുത്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഈസ് എ ഗുഡ് വണ്ടർഫുൾ ഗായ്. അത് എല്ലാം ഞാൻ പറയുന്നില്ല. അജു നീയൊക്കെ അവനെ സഹിക്കുന്നതിന് ഞാൻ സമ്മതിക്കുന്നു. റോണി ഓൾസോ യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ഓൾ ദിസ് തിങ്സ്. എല്ലാവർക്കും പക്ഷേ ഈസ് എ വണ്ടർഫുൾ ഗായ്. I wish him all the best since he is becoming the hero so called, along with Navya and Urvashi ചേച്ചി. ഉർവശി ചേച്ചിയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഉർവശിയാണ്. എന്നേക്കാൾ വയസ്സ് കുറവാണെങ്കിലും ഞാനിപ്പോഴും ഉർവശി ചേച്ചി എന്ന് ഞാൻ വിളിക്കാറുള്ളത്. ആൻഡ് പ്ലസ് ദ പ്രൊഡ്യൂസർ ഗഫൂർ. I wish you all the best. The entire team, Rahul and Neetu and everybody. ധ്യാനിന് നവ്യയോടുള്ള ഭയങ്കര കൃഷി കാരണം ബ്രഷ് ചെയ്യാൻ പോലും പലപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ക്രഷാണ്. അപ്പോൾ ധ്യാനിൻ്റെ ആഗ്രഹം ഇവിടെ പൂർണിയാണ്. പല സിനിമകളിലും ധ്യാൻ നായകനായിട്ട് വന്നിട്ടുണ്ട്, വിസിറ്ററായിട്ടും വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിസിറ്റർ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു വളരെ വലിയ വിജയമായി മാറട്ടെ. നവ്യാണെങ്കിലും ഒരു ബ്രേക്കിന് ശേഷം വന്നിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് നവ്യയുടെയും ഒരു പ്രയത്നം. അതെ ഹൊറർ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഡയറക്ടർ ഇനി അങ്ങോട്ട് തെളിഞ്ഞോളൂ. അപ്പോൾ ഇനി നവ്യയ്ക്ക് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇതിൻ്റെ ഓൾ ക്രൂവിനെല്ലാം വളരെയധികം സന്തോഷം എന്നെ വിളിച്ചതിന്. ധ്യാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയുന്നു. ധ്യാൻ പല സിനിമകളിലും അഭിനയിക്കുന്നു, ഫ്ലോപ്പ് ആവുന്നു ഒക്കെ പറയുന്നുണ്ടെങ്കിലും ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി പല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഒരു കഥ പോലും ഫുൾ കേൾക്കാതെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ തന്നെ ആവുന്നില്ല, അപ്പം എൻ്റെ ആ ഡയറക്ടറുമായിട്ടുള്ള ബന്ധമായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോൾ അത്രയും ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ധ്യാൻ. എനിക്കറിയാവുന്ന പല ടെക്നീഷ്യൻസിനും ധ്യാൻ അങ്ങനെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പല സിനിമകളും പരാജയപ്പെടുമ്പോൾ പുള്ളി അത് ഏറ്റെടുത്ത് പറയുന്നു എന്നുള്ളത് വളരെ സത്യമാണെങ്കിലും ആ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് ആ സിനിമകളിലേക്ക് റിസൾട്ട് വരുമ്പോൾ അത് പുള്ളി തന്നെ ഏറ്റെടുക്കുന്നത്. സോ അത്രയും നല്ല വ്യക്തിയും കൂടെയാണ്. പിന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് മോശമാണെങ്കിലും വളരെ അധികം സന്തോഷം. ഈ സിനിമ ഒരു വിസിറ്ററായി വന്ന് ഒരു ലോങ് ലൈഫുള്ള സിനിമയായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ അവിടെ ഒന്ന് താമസിച്ചു. അപ്പോൾ ഞങ്ങൾ പച്ചമല തമിഴ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ ശ്രീനേങ്ങളെ വിളിക്കാനായിട്ട് പോകും. അപ്പം ശ്രീനേങ്ങൾ എൻ്റെ കൂടെ ഈ മുഴുവൻ സ്ഥലങ്ങളിലും ഞാനും ശ്രീനേങ്ങളും മാത്രമാണ് യാത്ര. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ശ്രീനേങ്ങൾ പറഞ്ഞു, പുള്ളി കുറച്ച് പേരായി പറഞ്ഞ പോലെ ഗ്രീൻ ടീ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഒക്കെ അന്ന് ആദ്യമായി കുടിക്കുന്നത് എനിക്കൊന്നും ശ്രീനേങ്ങൾ എടുക്കാം. ഗ്രീൻ ടീ എടുക്കട്ടെ, ഗ്രീൻ ടീ എടുത്ത് ഇങ്ങനെ മുന്നിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചു. അപ്പോൾ ധ്യാൻ്റെ മാതർ വന്ന് കഥക് തുറന്നു കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അന്ന് ഈ ധോണി ഇടയൊക്കെ കാലഘട്ടം. അപ്പോൾ തലമുടി ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ വളർത്തിയിട്ടൊരു
ഒരു യുഗപുരുഷനെ പോലെ തോന്നുന്ന ഒരു വ്യക്തി കഥക് തുറന്ന് ഇങ്ങനെ വന്ന് ചീറിപ്പാഞ്ഞ് ആരെയും മുഖത്ത് നോക്കുന്നില്ല, തല കുനിച്ച് നേരെ അതിനകത്ത് കയറി മുറിക്കകത്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ മോനെ അവിടെ പഠിക്കാം, പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്നിട്ട് വന്നത്. ഞാൻ മോഹൻദാസ് കോളേജിൽ സന്തോഷം കൊള്ളാം. ഭാരത് ഞാൻ അപ്പം വളരെ സൈലൻ്റാണ്. ഞാൻ വെച്ചാൽ അതേ മിണ്ടുന്നില്ല, എന്താതെ ഒട്ടും മിണ്ടുന്നില്ല, ഇങ്ങനെ തല കുനിച്ചാൽ പോകുമായിരുന്നു. ഞാൻ വെച്ചു വളരെ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള, ഇപ്പം ചിലർക്കുണ്ടല്ലോ അങ്ങനെ മക്കൾ വളരെ റിസർവ്ഡ് ആയിട്ട് പിന്നെ ഭാവിയിൽ എവിടെയെങ്കിലും US-ലോ അമേരിക്കയിലോ ഒക്കെ പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി പോയി അങ്ങനെ വരുന്നൊക്കെ മക്കൾക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചാൽ അതിൽ പെടുന്നതാണ്. വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു ഇത്. പിന്നെയാണ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ശ്രീനിയങ്ങൾ അവിടെ വിട്ടുപോയി തിരുവനന്തപുരം. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ മോഹൻദാസ് കോളേജിൽ നിന്നപ്പോൾ ഈ ധോണിയുടെ മുടി അവരിന്ന് വെട്ടി, അതിനെ വെട്ടി അതിനെ അപ്പോൾ പുള്ളിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പം തന്നെ പുള്ളി കോളേജ് വിട്ട് നേരെ വെല്ലൂരിലോട്ട് വണ്ടി കയറി. അപ്പോൾ ശ്രീനിയങ്ങളും തിരുവനന്തപുരം വാസം അവസാനിപ്പിച്ച് വണ്ടി കയറി. പിന്നെ പിൽക്കാലത്ത് അറിയുന്നത് ശ്രീനിയങ്ങളും പിന്നെ അതെല്ലാം പിന്നെ ചരിത്രമാണ്. കാരണം വെച്ചാൽ പിന്നെ എല്ലാം നമുക്ക് ഇൻ്റർവ്യൂയിലൂടെ എനിക്കറിയാം, ബാക്കിയൊക്കെ ഇനിയിപ്പോൾ വേറെ ഒന്നും അറിയാനില്ല ബാക്കി. അപ്പോൾ അത് മുഴുവൻ ഇൻ്റർവ്യൂവിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപേട്ടന് ശേഷം ഇപ്പോഴും പിള്ളേർക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ഇപ്പോഴും കൊച്ചു കുട്ടികളൊക്കെ ദിലീപേട്ടൻ്റെ പടം കാണിച്ചാണ് പിള്ളേർ ഭക്ഷണം കഴിക്കുന്നത്. അത് ഏത് ജനറേഷനിലുള്ള പിള്ളേരാണെങ്കിലും ഈ കാലത്തിന് അതീതമായാണ് ദിലീപേട്ടൻ്റെ സിനിമകൾ എപ്പോഴും. അതുപോലെ തന്നെയാണ് ധ്യാനിൻ്റെ ഇൻ്റർവ്യൂകളും ഈ പിള്ളേർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ധ്യാൻ എല്ലാ കാലവും ഇങ്ങനെ നിലനിന്ന് പോകും എന്നുള്ളതാണ്. ധ്യാനിൻ്റെ ഇൻ്റർവ്യൂസ് എപ്പോഴും കേൾക്കാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം ഇനി ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. എനിക്ക് കുട്ടിയുണ്ടാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും. അപ്പോൾ അത് പിന്നെ നവ്യ, ഓഫ് കോഴ്സ് നവ്യ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അപ്പോൾ നവ്യയ്ക്ക് ഇങ്ങനൊരു പ്രോജക്റ്റ് വാസ് സോ ഹാപ്പി ഫോർ ഹർ കം ബാക്ക്. ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയിൽ അതിനുശേഷം ബാക്ക് ടു ബാക്ക് സിനിമകളിൽ എൻ്റെ സിനിമകളിൽ അഭിനയിക്കാനായിട്ട് കഥാപാത്രത്തിന് ചേർന്ന ഒരു ഇത് വരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നവ്യ ഉറപ്പായിട്ടും എനിക്ക് അഭിനയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നല്ലൊരു ആക്ടറാണ്. സോ ഹാപ്പി ഫോർ യു. പിന്നെ ഉർവിഷ് ചേച്ചി ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞ പോലെ 2 പേരുണ്ട്. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. ദിലീപേട്ടനും നവ്യയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല, അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലർ കാണുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണ സമയത്ത് പറഞ്ഞ പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. 3-4 തവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് കാണണം, ചേച്ചിയും കുട്ടി ഞാൻ അങ്ങോട്ട് കാവേരിയും കുട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും അക്കരത്തിലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെയാണ് വിളിച്ചതിന് ഒരുപാട് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് സന്തോഷവും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞത് നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയപ്പോൾ അത് മുഴുവൻ ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ പണി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് നമ്പറല്ല CM ആവുന്നതാണ് കണ്ണു നനച്ചുകൊണ്ട് നമ്പി ഉണ്ടാവുന്ന എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിൽക്കുന്നു. നന്ദി.